ഹായ് ഓൾ, നമ്മളിന്ന് 7ാം ക്ലാസ്സിലെ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന ലെസണിലെ ആക്ടിവിറ്റീസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ആക്ടിവിറ്റി എന്താണ്? ദേവ് ഈസ് ട്രൈയിങ് ടു ലിസ്റ്റ് ഔട്ട് ഈവൻറ്റ്സ് ഇൻ ദ ഏർലി ലൈഫ് ഓഫ് ഹെലൻ കെല്ലർ, ബട്ട് ഹീ ഈസ് നോട്ട് ഏബിൾ ടു പുട്ട് ദം ഇൻ ഓർഡർ. Read the passage once again and help him write the following in correct order. ദേവ് എന്ന് പറയുന്നൊരു കുട്ടി ഹെലൻ കെല്ലർ എന്ന നമ്മളുടെ കഥാകൃത്തിൻ്റെ ജീവിതത്തിലെ ഓരോ ഇവൻറ്റ്സും ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവന് ആ ഓർഡറിൽ അത് എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ താഴെ തന്നിരിക്കുന്ന പാസേജ് വായിച്ച് അത് ഓർഡറിലാക്കി എഴുതുക. അത് ഓർഡറിലാക്കി എഴുതി ദേവിനെ സഹായിക്കുക. അപ്പോൾ എങ്ങനെ നമുക്കത് ഓർഡറിലാക്കി എഴുതാം? ഫസ്റ്റ് എന്താണ് വരിക? ഫസ്റ്റ് ഇവൻ്റ് എന്താ വരിക? ഹെലൻ വാസ് ദ ഫസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി. അതാണ് ഫസ്റ്റ് വരിക. രണ്ടാമത് എന്താ വരിക? There was a heated discussion on naming the baby. മൂന്നാമത്, Mildred Campbell was the first name suggested for the baby. അഞ്ചാമത്തെ, Helen learned the word water in her early months. അടുത്തത്, Helen started walking the day she became a year old. ഹെലൻ ഫെൽ ഇൽ. ഇങ്ങനെ നമുക്ക് ആ ഇവൻറ്റ്സ് എല്ലാം ഓർഡറിലാക്കി എഴുതാം. ഇനി അടുത്ത ആക്ടിവിറ്റി, ചൂസ് അനദർ ടൈറ്റിൽ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ ഫോർ ദ പാസേജ്. യു മേ ഓൾസോ ഗിവ് വൺ ഓഫ് യുവർ ഓൺ. അപ്പോൾ താഴെ ഈ ചാപ്റ്ററിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിൽസ് കൊടുത്തിട്ടുണ്ട്. The Quest for a Name, Unfolding Grief, Seasons. അതുപോലെ നമ്മൾ നമ്മുടേതായ രീതിയിൽ ഒരു ടൈറ്റിലും കൂടെ കൊടുക്കുക. ഏത് ടൈറ്റിൽ കൊടുക്കാം? ഡിസബിലിറ്റി ഈസ് നോട്ട് ആൻ ഒബ്സ്റ്റക്കിൾ ടു സക്സസ്. അങ്ങനെ ഒരെണ്ണം കൊടുക്കുക അല്ലേ? അല്ലെങ്കിൽ ഡിസബിലിറ്റി കാൺ പ്രിവെൻറ്റ് സക്സസ്. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്കൊരു ടൈറ്റിൽ കൊടുക്കാം. അതവിടെ താഴെ എഴുതുക. ഇനി ആക്ടിവിറ്റി 3 എന്താണ്? സം സീസൺസ് ആർ മെൻഷൻഡ് ഇൻ ദ പാസേജ്. റൈറ്റ് ദെയർ നെയിംസ് ആൻഡ് ഫീച്ചേഴ്സ് ഇൻ ദ കോളംസ് ഗിവൺ ബിലോ. നമ്മുടെ ഈ ചാപ്റ്ററിൽ ഒരുപാട് സീസൺസിനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ടല്ലേ? വിവിധ കാലാവസ്ഥകളെ പറ്റിയൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. സമ്മർ, സ്പ്രിംഗ്, വിൻ്റർ, അങ്ങനെ ഒരുപാട് സീസണിനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നത് പോലെ ഓരോ സീസണും ആ കോളത്തിൽ എഴുതുക. അതിൻ്റെ താഴെ അതിൻ്റെ ഫീച്ചറും എഴുതുക. താഴെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് എന്നുള്ള സീസൺ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫീച്ചറാണ് ദ റോബിൻ ആൻഡ് മോക്കിംഗ് ബേർഡ് സിങ് മെലോഡിയസ് സോങ്സ്. അടുത്ത സീസൺ എന്താ കൊടുക്കുക? സമ്മർ. സ്പ്രിംഗ് കഴിഞ്ഞാൽ സമ്മറാണല്ലേ? അതിൻ്റെ ഫീച്ചർ എന്തായിരിക്കും? ബ്ലൂമിങ് റോസസ് ആൻഡ് ഫ്രൂട്ട്സ്. അതിനുശേഷം ഓട്ടം. ഓട്ടത്തിൻ്റെ ഫീച്ചർ എന്തായിരിക്കും? ഗോൾഡൻ ഫ്രൂട്ട്സ് ആൻഡ് ഷെഡിങ് ലീവ്സ്. അത് കഴിഞ്ഞ് വിൻ്റർ. വിൻ്ററിൻ്റെ ഫീച്ചേഴ്സ് എന്തായിരിക്കും? സ്നോ ഫാളിങ്, വെരി കോൾഡ്. അപ്പം ഇങ്ങനെ ആ സീസൺസും അതിൻ്റെ ഫീച്ചേഴ്സും അവിടെ എഴുതുക. അടുത്ത ആക്ടിവിറ്റി, ഹൗ മെനി സീസൺസ് ഡു വി ഹാവ് ഇൻ ഇന്ത്യ? Collect pictures and photographs of how nature looks in different seasons. അപ്പോൾ നമ്മൾ നേരത്തെ ചാപ്റ്ററിൽ കണ്ടത് നമ്മുടെ അമേരിക്കയിലുള്ള സീസൺസിനെ പറ്റിയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യയിലും ഇന്ത്യയുടേതായ കുറേ സീസൺസ് ഉണ്ട്. ഇന്ത്യയുടെ കാലാവസ്ഥ ഏതാണെന്ന് മനസ്സിലാക്കി ഏതൊക്കെ സീസണാണ് ഇന്ത്യയിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത് എന്ന് മനസ്സിലാക്കി അത് താഴെ എഴുതുക.
ഏതൊക്കെ സീസണാണ് ഇന്ത്യയിലുള്ളത്? വിൻ്റർ, ഡിസംബർ ടു ഫെബ്രുവരി. ഡിസംബർ ടു ഫെബ്രുവരിയിൽ വിൻ്റർ ആയിരിക്കും അല്ലേ. അത് കഴിഞ്ഞാൽ സമ്മർ, മാർച്ച് ടു മെയ്. അത് കഴിഞ്ഞാൽ മൺസൂൺ ഓർ റെയിനി സീസൺ, ജൂൺ ടു സെപ്റ്റംബർ. പിന്നെ പോസ്റ്റ് മൺസൂൺ പീരീഡ്, ഒക്ടോബർ ആൻഡ് നവംബർ. അപ്പം ഇങ്ങനെയാണ് ഇന്ത്യയിലെ സീസൺസ്. നിങ്ങൾക്ക് ആ സീസണിനോടനുബന്ധിച്ചിട്ടുള്ള പിക്ചേഴ്സ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. ഓരോ സീസണിലെയും നമ്മുടെ കാലാവസ്ഥ എങ്ങനെയായിരിക്കും. ഇപ്പോൾ റെയിനി സീസണിൽ നല്ല മഴയായിരിക്കും അല്ലേ. അപ്പോൾ അതിനനുസരിച്ചുള്ള പിക്ചേഴ്സ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. ആക്ടിവിറ്റി 5. Imagine you are a news reporter and you have got an opportunity to talk to Helen Keller's mother, Kate Keller. What questions would you like to ask her? അപ്പോൾ നിങ്ങളൊരു ന്യൂസ് റിപ്പോർട്ടറാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. നിങ്ങൾക്ക് ഹെലൻ കെല്ലറിൻ്റെ മദറായിട്ടുള്ള കേറ്റ് കെല്ലറിനെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾ എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക? ഹെലൻ കെല്ലറിൻ്റെ മദറിനോട് നിങ്ങൾ എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക? എന്തൊക്കെ ചോദിക്കാം? ഹൗ വാസ് ഹെലൻ ആസ് എൻ ഇൻഫാൻറ്റ്, അങ്ങനെ ചോദിക്കാം അല്ലേ. വാട്ട് വേർ യുവർ ഫീലിങ്സ് വെൻ യു കെയിം ടു നോ ദാറ്റ് ഹെലൻ ഹാസ് ലോസ്റ്റ് ഹെർ അബിലിറ്റി ടു സീ ആൻഡ് ഹിയർ. പിന്നെ ഹൗ ഡിഡ് യു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹെർ ആഫ്റ്റർ ഷീ ലോസ്റ്റ് ഹെർ സൈറ്റ് ആൻഡ് ഹിയറിംഗ് പവർ. വാട്ട് വുഡ് ബി യുവർ അഡ്വൈസ് ടു പാരൻസ് ഹു ഹാവ് ഡിസബിൾഡ് ചിൽഡ്രൻ. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടേതായ രീതിയിൽ ഓരോ ചോദ്യങ്ങൾ ചോദിക്കാം. അത് നിങ്ങളുടേതായ രീതിയിൽ അവിടെ എഴുതുക. അപ്പോൾ ഇത്രയാണ് ഇതിലെ ആക്ടിവിറ്റീസ്. നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്കിനി അടുത്ത ചാപ്റ്ററിൽ അടുത്ത വീഡിയോയിൽ കാണാം.